വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള GST ആൻഡ് കസ്റ്റംസ് ലോ ആൻഡ് പ്രാക്ടീസിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഡിറക്റ്റ് ടാക്സ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ഇത് രണ്ടും എന്താണ് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിറക്റ്റ് ടാക്സ് എന്താണ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ GST എന്താണ് അതും നോക്കാം, മറക്കരുത് കേട്ടോ. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ GST CGST SGST UTGST IGST ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം. എന്തൊക്കെയാ? CGST SGST UTGST IGST, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? ITC. പിന്നെ GST കൗൺസിൽ എന്താണ്? GSTN എന്താണ്? ദെൻ നെക്സ്റ്റ് ഡീംഡ് രജിസ്ട്രേഷൻ എന്താണ്? അതുപോലെ തന്നെ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു, നിർബന്ധമായും നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ റിവേഴ്സ് ചാർജിങ് മെക്കാനിസം, റിവേഴ്സ് ചാർജിങ് മെക്കാനിസം, ചാർജിങ് മെക്കാനിസം എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ നെക്സ്റ്റ് പറയാനുള്ളത് ടാക്സ് ഇൻവോയ്സ് എന്താണ്? ദെൻ ഡെബിറ്റ് നോട്ട് എന്താണ്? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ടിനായിട്ടും കൂടുതൽ ഞാൻ ഡെബിറ്റ് നോട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതും കൂടി നോക്കണം. ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എക്സ്പോർട്ട് മാനിഫെസ്റ്റ് എന്താണ്? എക്സ്പോർട്ട് മാനിഫെസ്റ്റ് എന്താണ്? മാനിഫെസ്റ്റ് എന്താണ് നോക്കണം. ദെൻ നെക്സ്റ്റ് ബിൽ ഓഫ് ലേഡിംഗ് എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്? ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ പെനാൽറ്റീസ് എന്താണ്? പെനാൽറ്റീസ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പീൽസ്, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൻ്റെ കൂടെ ബാഗേജ് ഉണ്ട്, ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. 8 5 നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഡിറക്റ്റ് ടാക്സ് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? GST, അതിൻ്റെ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? GST കൗൺസിൽ, GSTN, ഡീംഡ് രജിസ്ട്രേഷൻ,
then composite supply, mixed supply, reverse charging mechanism, tax invoice, debit note, interstate supply, intrastate supply. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പോർട്ട് മാനിഫെസ്റ്റ് എന്താണ്, ബിൽ ഓഫ് ലേഡിംഗ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പെനാൽറ്റീസ്, അപ്പീൽസ്, ഇൻസ്പെക്ഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. സോ ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.